കിരാതമൂർത്തി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണത്. അത്തരത്തിലുള്ള നിരവധി ആരാധനാ സമ്പ്രദായങ്ങളും ക്ഷേത്രങ്ങളും നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ആരാണ് കിരാതമൂർത്തി? കിരാതമൂർത്തി എങ്ങനെയാണ് ആരാധിക്കുന്നത്? തുടക്കത്തിൽ തന്നെ പറയാം, കിരാതമൂർത്തി എന്ന് പറയുന്നത് മഹാദേവനാണ്, മഹാരുദ്രനാണ്. എങ്ങനെയാണ് കിരാതമൂർത്തിയെ ആരാധിക്കുന്നത്? ആരാണ് കിരാതമൂർത്തി? മഹാദേവൻ എങ്ങനെയാണ് കിരാതമൂർത്തിയായത്? മഹാഭാരതത്തിൽ അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിന് വേണ്ടി ഭഗവാൻ മഹാദേവൻ കിരാതമൂർത്തിയായി അവതരിക്കുന്നു. കിരാതമൂർത്തിയാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പാശുപതാസ്ത്രം ലഭിക്കുന്നതിന് അഹങ്കാരം തീരെ പാടില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അത് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു അവതാര ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം ഒരു കാട്ടാളൻ്റെ വേഷം ധരിക്കുകയാണ്. ആ കാട്ടാള വേഷം ധരിച്ചപ്പോൾ ഒപ്പം പാർവതിയും ഉണ്ടായിരുന്നു. പാർവതിയും ഈ പറയുന്ന വേഷത്തിൽ അർജുനനെ സമീപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി ഒരു പുത്രൻ. ആ പുത്രനെ വിളിക്കുന്ന പേരാണ് വേട്ടയ്ക്കൊരു മകൻ. പലപ്പോഴും വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചത് അയ്യപ്പനാണ് എന്ന് പറയാറുണ്ട്. അല്ല, വേട്ടയ്ക്കൊരു മകൻ വേറെയാണ്. ശിവന്റെ പുത്രനാണ്, ഹരന്റെ പുത്രനാണ്. ശരിക്കും മഹാദേവനെ ഈ കിരാത രൂപത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. കിരാത രുദ്രൻ, കിരാത ശിവൻ, കിരാത മൂർത്തി, വേട്ടയ്ക്ക് ഹരൻ. വേട്ടയ്ക്ക് ഹരനാണത് വേട്ടേക്കരൻ എന്ന് പറഞ്ഞ് മാറിയത്. ആ വേട്ടേക്കരന്റെ പുത്രനാണ് വേട്ടയ്ക്കൊരു മകനായിട്ട് മാറിയത്. അപ്പോൾ കിരാതമൂർത്തി വേട്ടയ്ക്ക് ഹരൻ അല്ലെങ്കിൽ വേട്ടേഹരൻ ആണ് എന്ന് നമുക്ക് പറയാം. പല പ്രദേശങ്ങളിലും സാമൂതിരിയുടെ സാമന്ത രാജാവ്, അദ്ദേഹത്തിൻ്റെ ഉപാസനാ മൂർത്തിയായിരുന്നു വേട്ടയ്ക്കൊരു മകൻ. പല ബ്രാഹ്മണ മനകളിൽ, പല ഇല്ലങ്ങളിലും ഈ പറയുന്ന വേട്ടയ്ക്ക് ഹരനെ അല്ലെങ്കിൽ കിരാതമൂർത്തിയെ പരദേവതയായിട്ട് കണ്ട് ആരാധിച്ചു പോന്നിരുന്നു. രൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീലി ചൂടിയ, തൃക്കണ്ണുള്ള, അമ്പും വില്ലും എന്തിയ മഹാദേവനാണ് ശരിക്കും കിരാതമൂർത്തി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതേ രൂപം തന്നെയാണ് വേട്ടയ്ക്കൊരു മകനും, തൃക്കണ്ണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ കിരാതമൂർത്തിയെ ആരാധിച്ചാൽ വീട്ടിൽ ആരാധിക്കാം. എന്തിനാരാധിക്കുന്നു എന്ന് നമുക്ക് ആദ്യം പറയാം. നമസ്തേ രുദ്രധാര. ഇന്ന് നമ്മൾ പറയുന്നത് കിരാതമൂർത്തി ആരാധിക്കുന്നത് എങ്ങനെയാണ്, ആരാധിക്കേണ്ട വിധം എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്? പ്രധാനമായിട്ടും ശത്രുദോഷം മാറുന്നതിന് വേണ്ടിയിട്ടാണ്, ശത്രുനാശത്തിന് വേണ്ടിയിട്ടാണ് കിരാതമൂർത്തിയെ ആരാധിക്കുന്നത്. നമുക്ക് മാനസികമായിട്ട് ഒരു ധൈര്യം അതുണ്ടാകും. മറ്റൊന്ന്, നമ്മുടെ ദുരിതങ്ങൾ, തടസ്സങ്ങൾ നീങ്ങുക, ദുരിതങ്ങളിൽ നിന്ന് മാറുക. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുക. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, സാമന്ത രാജാക്കന്മാർ ആരാധിച്ചിരുന്നത് കിരാതമൂർത്തിയെയാണ്, അല്ലെ വേട്ടയ്ക്കൊരു മകനെയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ അവരുടെ പരദേവതാ സ്ഥാനത്തുണ്ടായിരുന്നത് കിരാതമൂർത്തിയായിരുന്നു. അപ്പോൾ ഈ കിരാതമൂർത്തിയെ എങ്ങനെ ആരാധിക്കാം? പല കാവുകളിലെ ക്ഷേത്രങ്ങളിലൊക്കെ കിരാതമൂർത്തിയെ വെച്ച് ആരാധിക്കുമ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങാണ് ഉള്ളത്. ശരിക്കും കിരാതമൂർത്തി ആരാധിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷവും തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ്. ഈ 3 ദിവസങ്ങളിലാണ് ആരാധന നടത്തേണ്ടത്. വേട്ടയ്ക്കൊരു മകനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കിരാതമൂർത്തിയുടെ ചിത്രങ്ങൾ ചിലർ വീട്ടിൽ വെക്കാറുണ്ട്. കിരാതമൂർത്തി പാടില്ല. കിരാതമൂർത്തിയുടെ രൗദ്രഭാവം അത് അത്ര നല്ലതല്ല എന്ന് പറയപ്പെടുന്നുണ്ട് പ്രത്യേകം. കാരണം കിരാതമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ രൗദ്രഭാവം പൊതുവെ ഒഴിവാക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. സൗമ്യമായിട്ടുള്ള കിരാതമൂർത്തിയുടെ രൂപങ്ങളുണ്ട്, അത് നമുക്ക് വെച്ച് പ്രാർത്ഥന നടത്താൻ വീട്ടിൽ കേട്ടോ.
വേറെ ഏത് ചിത്രവും വീട്ടിൽ വയ്ക്കുന്നതിന് കുഴപ്പമില്ല. അതെപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. നമുക്ക് ആരുടെ ചിത്രം വേണമെങ്കിലും വീട്ടിൽ വയ്ക്കാം. ചിലർ ചോദിക്കാറുണ്ട്, മീശയുള്ള ശിവന്റെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. യാതൊരു കുഴപ്പമില്ല. ശിവന് പിന്നെ മീശ ഇല്ലേ? എന്തൊരു ചോദ്യം അത്. അപ്പോൾ മീശയുള്ള ശിവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ മുരുടേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂകാംബികടുത്ത് മുരുടേശ്വർ. അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു കർണാടകയിലുള്ള ഒരു ബിസിനസ്മാൻ്റെ ആണ് ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മുരുടേശ്വര ക്ഷേത്രം. അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. അവിടെ ഉള്ള ശിവൻ എന്ന് പറയുന്നത് കടൽ തീരത്താണ് ഇത് ഉള്ളത്, ഈ ക്ഷേത്രം ഉള്ളത്. വലിയ മഹാദേവന്റെ വലിയ രൂപം അവിടെ ഉണ്ട്. അവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് മീശയുള്ള ശിവനാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണത്. അപ്പോൾ ആ ഗോപുരത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പോകാനൊക്കെ പറ്റും. പക്ഷെ പാസ്സൊക്കെ എടുക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, കിരാതമൂർത്തിയെ നമ്മൾ വീട്ടിൽ വെച്ച് അങ്ങനെ ആരാധിക്കാറില്ല പൊതുവെ. അങ്ങനെ ആരാധിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രൗദ്രഭാവം ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തടസ്സങ്ങൾ നീങ്ങുക, നമുക്ക് മാനസികമായിട്ടൊരു ധൈര്യം ഉണ്ടാവുക, നമ്മുടെ പ്രേതബാധ പോലെയുള്ള ദുരിതങ്ങളും, ബാധാരോഗങ്ങൾ എന്ന് പറയാം, ബാധാ ദുരിതം എന്ന് പറയാം, എന്തും പറയാം. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളവര്, ഈ ഗ്രഹബാധകളുള്ളവർ ഒക്കെ ഈ കിരാതമൂർത്തിയെ ആരാധിക്കുന്നത് ഉത്തമമാണെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. നമുക്കിത് വീട്ടിൽ ആരാധിക്കുമ്പോൾ എന്ത് മാലയാണ് ചാർത്തേണ്ടത്? കൂവളം തന്നെയാണ്, കാരണം ശിവൻ തന്നെയാണ്. അപ്പോൾ കൂവളമാല ചാർത്താം. എന്ത് മന്ത്രമാണ്? നമശിവായ തന്നെയാണ്, നമശിവായ മന്ത്രം തന്നെയാണ് ജപിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യാം? നിവേദ്യം നടത്താം. മധുരമുള്ള നിവേദ്യം നടത്തണം എന്ന് പറയപ്പെടുന്നു. കിരാതനാണ്, വേട്ടക്കാരനാണ്, അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളാണ് വയ്ക്കുന്നത് എന്നില്ല. നോക്കൂ, ഇതെല്ലാം സങ്കല്പങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. സങ്കല്പങ്ങളാണ്, രൂപങ്ങളാണ്. മനുഷ്യന് സായത്തമാക്കുന്ന രീതിയിൽ ദൈവത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന രൂപമാണോ ഭഗവാന്? അല്ലെ സീരിയലിൽ കാണുന്ന രൂപമാണോ ഭഗവാന്? അല്ല, പ്രപഞ്ച വ്യാപിയാണ്. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതാണ്. സഹസ്രനാമം വായിക്കുന്നവർക്ക് അതറിയാം അല്ലേ? ശാന്താകാരം ഭുജംഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ആരുടെ? വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നതാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ വിശ്വാധാരംക്ക് അങ്ങനെ സദൃശ്യം മേഘവർണം ശുഭാംഗം മനുഷ്യരൂപമല്ല. അതുപോലെ തന്നെയാണ് ശിവനെ സംബന്ധിച്ച്, പ്രതീകാത്മകമാണ്. അപ്പം നമുക്കത് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളണമെങ്കിൽ അവനൊരു യോഗിയായി തീരണം. യോഗി ഹൃദ്യ അനുഗമ്യം എന്നും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിൽ, നമ്മുടെ ചുറ്റുപാടും എന്തിനും ഒരു ഈശ്വര സങ്കല്പം നൽകുന്നു എന്നുള്ളതാണ്, അല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. അപ്പൊ ഈ ഭഗവാനെ കിരാത രൂപത്തിൽ നമുക്ക് ആരാധിക്കാം. നമുക്ക് എങ്ങനെ സായുധമാക്കുന്നു, നമുക്ക് എങ്ങനെ സംശീകരിക്കാൻ സാധിക്കുന്നു, ആ രീതിയിൽ നമുക്ക് എടുക്കാം. ആ രൂപത്തിൽ ആരാധിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും രൗദ്രഭാവം പാടില്ല എന്ന് പറഞ്ഞു. പിന്നെയോ സൗമ്യഭാവത്തിലുള്ള ശിവനെ നമുക്ക് ആരാധിക്കാം. വഴിപാടുകളുണ്ട്. കിരാതമൂർത്തിക്ക് പലതരത്തിലുള്ള വഴിപാടുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം കൂവളം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ചിത്രം ലഭിച്ചില്ലെങ്കിൽ ശിവലിംഗം സങ്കല്പിച്ച് നമുക്ക് ആരാധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിത്രം വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ടായിരിക്കണം. നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നിട്ടായിരിക്കണം ഈ പറയുന്ന നാമജപം ചെയ്യേണ്ടത്. എങ്ങനെയാണ് ആ നിത്യപൂജ ചെയ്യുന്നതും കൂടി പറയപ്പെടുന്നുണ്ട്. ഒന്ന്, ദീപം കത്തിക്കുക. രാവിലെ സന്ധ്യയ്ക്കും ദീപം കത്തിക്കുക. ശേഷം പുഷ്പങ്ങൾ അർപ്പിക്കുക. ഞാൻ പറഞ്ഞു കൂവളമാണ് ബെറ്റർ എന്ന് പറയുന്നത്. ബെറ്റർ ഓപ്ഷൻ കൂവളമാണ്. ഒപ്പം നമുക്ക് തുളസിയും തെച്ചിയും, ചിലത് ചെത്തി എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അർപ്പിക്കാം. അർപ്പിച്ചിട്ട് നമശിവായ ജപിച്ചാൽ മതി. ഓരോന്നിട്ട് നമശിവായ ജപിച്ചാൽ മതി. അതുപോലെ തന്നെ നിവേദ്യം സമർപ്പിക്കാം. അതായത് ഇളനീരാണ് പ്രധാനമായിട്ടും. ഈ വേട്ടയായതുകൊണ്ട് തന്നെ ഇളനീരാണ് പ്രധാനമായിട്ടും വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു മധുരമുള്ളത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കൽക്കണ്ടം, പായസമൊക്കെ നമുക്ക് വെക്കാം. പല വീടുകളിലും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഉഗ്രരൂപം ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ തടസ്സങ്ങൾ മാറുക. അതുപോലെ തന്നെ
രോഗശാന്തി ഉണ്ടാവുക, നമ്മുടെ അഭീഷ്ടസിദ്ധി കൈവരിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട്. പണ്ട് കാലത്തെ രാജാക്കന്മാർ യുദ്ധത്തിൽ വിജയം കൈവരിക്കുന്നതിനായിട്ട് ആരാധിച്ചിരുന്നു. പരദേവതയെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇത്രയുമാണ് കിരാതമൂർത്തിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെയും കടലായിട്ട് കിടക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കിരാത സ്ഫോടനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, മന്ത്രമാണ്. ഞാനിതിവിടെ പറയുന്നില്ല, കാരണം അത് ഉപയോഗിക്കാൻ പാടില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 1000 അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഒന്നാണത്. അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. വിസ്ഫോടനം എന്നാണ് പറയുന്നത് കേട്ടോ, സ്ഫോടന മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ കിരാതമൂർത്തി അതീവ ശക്തിയുള്ള ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. നമ്മുടെ ദുരിതങ്ങളൊക്കെ അകലാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്